ഒരിടവൾ ആകസ്മികമായി ഒരു ഗവേഷണ കേന്ദ്രത്തിലെ നരഭോജികളായ ഒരു കൂട്ടം പ്രാണികളെ കാണുകയാണ്. ഒരു തുമ്പും അവശേഷിക്കാതെയാണ് ആ പ്രാണികൾ ഒരാളെ വിഴുങ്ങുന്നത്. പക്ഷെ അവൾ ഭർത്താവിനോട് മകനോട് പറഞ്ഞില്ല. പകരം അവൾ സംശയമില്ലാതെ സഹപ്രവർത്തകരോടൊപ്പം ഒരു ഫാർമസിയിൽ അഭയം പ്രാപിച്ചു. പിന്നെ അവൾ ശക്തമായ ഒരു കീടനാശിനി തെളിക്കുകയും ചെയ്തു. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ അവൾ ഒരു ഭ്രാന്തിയാണെന്ന് ചിന്തിപ്പിച്ച്. പക്ഷേ തൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേയൊരു വഴി അതാണെന്ന് അവൾക്കറിയായിരുന്നു. അവളുടെ കഴിഞ്ഞ ജന്മത്തിൽ നരഭോജി പ്രാണികളാൽ അവർ ആക്രമിക്കപ്പെട്ടെന്ന് മനസ്സിലായി. ഏറ്റവും പതുക്കെയാണ് ആളുകളെ ആ പ്രാണികൾ വിഴുങ്ങുന്നത്. അവൾ തൻ്റെ മകനെ രക്ഷിക്കാൻ ഓടിപ്പോകുമ്പോൾ അവളുടെ ഭർത്താവ് പെട്ടെന്ന് ഒരു വടികൊണ്ട് അവളടിച്ചു. അവളെ ഏറ്റവും ഞെട്ടിച്ചത് അവളുടെ മകൻ പരിക്കേൽക്കാതെ എഴുന്നേറ്റ് പോകുന്നതാണ്. അപ്പോഴാണ് അവൾക്ക് തൻ്റെ മകനെ മനസ്സിലായത്. അവളുടെ ഭർത്താവ് ഇതിനകം തന്നെ ഒരു സ്ത്രീയെ കൂട്ടിച്ചേർത്തിരുന്നു. ഗവേഷണത്തിനുള്ള ഫണ്ട് കണ്ടെത്താനായിട്ട് മാത്രമാണ് അയാൾ അവളെ വിവാഹം കഴിച്ചത്. അവളുടെ സ്വന്തം മകനെ പോലും അവർ കയ്യിലെടുത്തു. ഇപ്പോൾ അപകടത്തെ അഭിമുഖീകരിച്ച് അവളുടെ ഭർത്താവ് അവളെ കൊന്നു. അങ്ങനെ അവളെ ആ പ്രാണികൾ പതുക്കെ വിഴുങ്ങുകയാണ്. അവൾ അങ്ങനെ മരിക്കാൻ ആഗ്രഹിച്ചില്ല. അടുത്ത നിമിഷം അവൾ 2 ദിവസം മുന്നേ പുനർജനിച്ചു. ആദ്യം അവൾ കരുതിയത് തനിക്കൊരു പേടി സ്വപ്നം മാത്രമാണെന്നാ. പക്ഷെ പെട്ടെന്ന് തന്നെ അങ്ങനെയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. കാട്ടുതീയെക്കുറിച്ചും അവർ ഒരു ഗവേഷണത്തിൽ കുടുങ്ങിയതിനെക്കുറിച്ചുള്ള വാർത്ത കണ്ടപ്പോൾ അവളുടെ അമ്മായപ്പനും അവരോട് പ്രാണികളെ തിരയാൻ ആവശ്യപ്പെട്ടു. അവളുടെ സ്വപ്നത്തിലെ അതേ രംഗം തന്നെയായിരുന്നു അത്. അപ്പോഴാണ് അവൾക്ക് ഭയം തോന്നിയത് അതൊരു സ്വപ്നമല്ലായിരുന്നെന്ന്.